Good morning. Welcome to my YouTube channel Kerala PSC Technical Previous Year Question Papers. ഈ ചാനലിൽ നമ്മൾ കേരള പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ടെക്നിക്കൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വിത്ത് എക്സ്പ്ലനേഷൻ ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ട്രാവൻകൂർ ടൈറ്റാനിയം ഡിപ്പാർട്ട്മെൻറ്റ്. അതിലെ 4th പാർട്ടാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. നോക്കാം 16th question. If two pumps identical in all respects and each capable of delivering a discharge Q against a head H are connected in series, the resulting discharges. രണ്ട് പമ്പ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ചാർജും ഹെഡുമാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം സെൻട്രിഫ്യൂഗൽ പമ്പ്സ് രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, പാരലായിട്ട് കണക്ട് ചെയ്യാം. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു പമ്പിൻ്റെ ഡിസ്ചാർജ് അടുത്ത പമ്പിലോട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ പമ്പ് ആദ്യം ഒരു പമ്പിലോട്ട് വാട്ടർ കൊടുക്കും, എന്നിട്ട് അപ്പോൾ അതൊരു ക്യൂ എമൗണ്ട് ഓഫ് ഡിസ്ചാർജും എച്ച് എമൗണ്ട് ഓഫ് ഹെഡും പ്രൊഡ്യൂസ് ചെയ്യും. ഇതേ ക്യൂ എമൗണ്ട് ഓഫ് ഡിസ്ചാർജാണ് സെക്കൻഡ് പമ്പിലോട്ടും കൊടുക്കുന്നത്. അപ്പോൾ സെക്കൻഡ് പമ്പിലോട്ടും കിട്ടുന്ന ഡിസ്ചാർജ് ക്യൂ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെക്കൻഡ് പമ്പിൽ നിന്ന് പോകുന്ന ഔട്ട്പുട്ടും ഈ ക്യൂ തന്നെയായിരിക്കും. അപ്പോൾ ഡിസ്ചാർജിന് മാറ്റം ഉണ്ടാവില്ല സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ, പക്ഷേ ഹെഡിന് മാറ്റം ഉണ്ടാവും. കാരണം ആദ്യത്തെ പമ്പ് ഒരു എച്ച് ഹെഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ എച്ച് ഹെഡിലുള്ള ആദ്യം വാട്ടറിന് 0 ഹെഡായിരിക്കും. ആദ്യത്തെ പമ്പിൽ കൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ അത് എച്ച് ഹെഡാവും. അത് കഴിഞ്ഞിട്ട് ഈ എച്ച് ഹെഡുള്ള സാധനമായിരിക്കും രണ്ടാമത്തെ പമ്പിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ പമ്പ് വീണ്ടും ഒരു എച്ച് ഹെഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എച്ച് പ്ലസ് എച്ച് 2H ഹെഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഹെഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് H1 പ്ലസ് H2 ആണ്. ഡിസ്ചാർജ് എല്ലാം സെയിം ആണ്. Q1 ഇസ് ഈക്വൽ ടു Q2. ഡിസ്ചാർജ് സെയിം ആയിരിക്കും, പക്ഷേ ഹെഡ് സമ്മപ്പ് ചെയ്യും. ഓരോ ഇപ്പോൾ 3 പമ്പ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ H1 പ്ലസ് H2 പ്ലസ് H3 ആവും. അങ്ങനെ. ഇനി പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നോക്കുക. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു രണ്ട് വ്യത്യസ്ത ഡിസ്ചാർജുകളാണ് നമ്മൾ ഓരോ പമ്പിലോട്ട് കൊടുക്കും. ഒരു പമ്പിലോട്ട് ക്യൂ ഡിസ്ചാർജ് കൊടുക്കും, മറ്റേ പമ്പിലോട്ട് ക്യൂ ഡിസ്ചാർജ് കൊടുക്കും. അപ്പോൾ ആദ്യത്തെ പമ്പ് ഈ ക്യൂ ഡിസ്ചാർജ് ഒരു എച്ച് ഹെഡ് പ്രൊഡ്യൂസ് ചെയ്യും. സെക്കൻഡ് പമ്പും അതിന് കിട്ടിയ ക്യൂ ഡിസ്ചാർജ് ഉപയോഗിച്ചൊരു ഹെഡ് എച്ച് പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഈ രണ്ട് ഡിസ്ചാർജും കൂടിയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് ഡിസ്ചാർജ് ഉണ്ട്. അപ്പോൾ ഇവിടെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് Q is equal to Q1 പ്ലസ് Q2 ആണ്. പക്ഷേ എച്ച് സെയിം ആയിരിക്കും. കാരണം രണ്ടും ഒരേപോലത്തെ പമ്പാണെന്നുണ്ടെങ്കിൽ എച്ച് സെയിം ആയിരിക്കും. H1ഉം H2ഉം സെയിം ആയിരിക്കും. അപ്പോൾ എച്ച് ഹെഡ് പ്രൊഡ്യൂസ് ചെയ്യണ Q1 പ്ലസ് Q2 എമൗണ്ട് ഓഫ് ഡിസ്ചാർജ് നമുക്ക് കിട്ടുകയാണ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ. ഇതാണ് പമ്പ് സീരീസ് ആയിട്ട് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ Q സെയിം ആയിരിക്കും, എച്ച് സമ്മപ്പ് ചെയ്യും. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എച്ച് സെയിം ആയിരിക്കും, Q സമ്മപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ സീരീസ് ആണ്. അപ്പോൾ സീരീസ് ആകുമ്പോൾ നമുക്കറിയാം Q സെയിം ആയിരിക്കും, എച്ച് ആണ് സമ്മപ്പ് ചെയ്യണത്. അപ്പോൾ ഇതുകൊണ്ട് 16th ക്വസ്റ്റ്യൻ്റെ ആൻസർ C, Q എഗെയിൻസ്റ്റ് എ ഹെഡ് ഓഫ് 2H. ഇവിടെ H1ഉം H2ഉം രണ്ടും എച്ച് തന്നെയാണ്. ഇതിലാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നത് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള രണ്ട് പമ്പാന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എച്ച് സെയിം ആയതുകൊണ്ടാണ് H1 പ്ലസ് H2 2H ആയത്. അപ്പോൾ H പ്ലസ് H 2H. അങ്ങനെ ഐഡൻറ്റിക്കൽ പമ്പ് അല്ലാന്നുണ്ടെങ്കിൽ H1 പ്ലസ് H2 ആണ് ഹെഡ്. അപ്പോൾ 16th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ C, Q എഗെയിൻസ്റ്റ് എ ഹെഡ് 2H. ഇനി 17th ക്വസ്റ്റ്യൻ നോക്കാം. ദ പവർ ഒബ്റ്റെയിൻഡ് ഫ്രം ആൻ ഇമ്പൾസ് ടർബൈൻ ഇസ് പ്രൊപ്പോർഷണൽ ടു ദി നമ്പർ ഓഫ് നോസിൽസ് യൂസ്ഡ്. എ പെൽറ്റൺ ടർബൈൻ വിത്ത് 6 നോസിൽസ് ഹാസ് എ സ്പെസിഫിക് സ്പീഡ് ഓഫ് 8.1. ദ സ്പെസിഫിക് സ്പീഡ് പെർ നോസിൽ ഇസ്. അപ്പോൾ നമുക്ക് സ്പെസിഫിക് സ്പീഡ് വന്നിട്ടുണ്ട്. 6 നോസിലുള്ള ടർബൈൻ്റെ പെൽറ്റൺ ടർബൈൻ്റെ സ്പെസിഫിക് സ്പീഡ് 8.1 ആണെന്ന് തന്നിട്ടുണ്ട്. പെർ നോസിൽ സ്പെസിഫിക് സ്പീഡാണ് ചോദിച്ചേക്കുന്നത്. സ്പെസിഫിക് സ്പീഡ് പെർ നോസിൽ കണ്ടുപിടിക്കാൻ ടോട്ടൽ സ്പെസിഫിക് സ്പീഡ് ബൈ റൂട്ട് ഓഫ് നമ്പർ ഓഫ് നോസിൽസ് ചെയ്യുക. ഫിസിക്കൽ ടു 8.1 ബൈ റൂട്ട് 6, അപ്പോൾ 3.3. അപ്പോൾ 17th ക്വസ്റ്റ്യൻ ആൻസർ സ്പെസിഫിക് സ്പീഡ് പെർ നോസിൽ എന്ന് പറയുന്നത് ഓപ്ഷൻ C, 3.3. ഇനി നമുക്ക് നോക്കുക 18th ക്വസ്റ്റ്യൻ. During idling of a petrol engine requires
ഒരു പെട്രോൾ എഞ്ചിൻ ഐഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ചെയ്തിട്ട് നമ്മൾ ആക്സിലറേറ്റർ ഒന്നും കൊടുക്കാതെ വണ്ടി വെറുതെ ഇരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഐഡലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പെട്രോൾ എഞ്ചിന് എന്ത് മിക്സറാണ് വേണ്ടതെന്നാണ് ചോദിച്ചത്. ലീൻ ആണോ, റിച്ച് ആണോ, അല്ലെങ്കിൽ വേരിയബിൾ ആണോ എന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരു ഐഡലിംഗ് ടൈമിലുള്ള കണ്ടീഷൻസ് നോക്കാം. ഐഡലിംഗ് ടൈമിൽ എഞ്ചിന് ലോഡൊന്നുമില്ല, കാരണം എഞ്ചിൻ മൂവ് ചെയ്യാത്ത അല്ലെങ്കിൽ വണ്ടി മൂവ് ചെയ്യാത്തതുകൊണ്ട് എഞ്ചിന് ലോഡൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കാത്തതുകൊണ്ട് ത്രോട്ടിൽ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് എഞ്ചിന് റിച്ച് മിക്സ്ചറാണ് വേണ്ടത്. അതിന് കാരണം കൂടി പറയുന്നുണ്ട്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ്റെ ഉള്ളിലുള്ള മിക്സ്ചറിനെ ഈ കമ്പഷൻ ചേമ്പറിൽ നിന്ന് വരുന്ന എക്സോസ്റ്റ് ഗ്യാസ് ഡൈല്യൂട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഡൈല്യൂട്ട് ആയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയറും ഫ്യൂലും തമ്മിൽ കോണ്ടാക്ട്, ഈ എക്സോസ്റ്റ് ഗ്യാസ് ഇടയിലുള്ളതുകൊണ്ട് എയറും ഫ്യൂലും തമ്മിൽ കോണ്ടാക്ട് ഉണ്ടാവില്ല. അപ്പോൾ എയറും ഫ്യൂലും തമ്മിൽ കോണ്ടാക്ട് ഇല്ല എന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് കമ്പഷൻ നടക്കില്ല. കമ്പഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ എഞ്ചിൻ സ്റ്റോപ്പ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ എന്തെങ്കിലും നമ്മൾ കുറേയും കൂടെ നല്ല ഫ്രഷ് ആയിട്ട് റിച്ച് മിക്സ്ചർ കൊടുക്കും. റിച്ച് മിക്സ്ചർ കൊടുക്കുമ്പോൾ പറഞ്ഞാൽ ഫ്യൂവലിൻ്റെ എമൗണ്ട് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഫ്യൂവലിൻ്റെ എമൗണ്ട് വളരെ കൂടുതലായതുകൊണ്ട് എക്സോസ്റ്റ് ഗ്യാസിൻ്റെ ഇടയിലുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ കത്തും. ഫ്യൂവലിൻ്റെ എമൗണ്ട് കുറവാണെങ്കിൽ, അതായത് ലീൻ മിക്സ്ചറാണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ എക്സോസ്റ്റ് ഗ്യാസ് ഇടയിലുള്ളതുകൊണ്ട് മര്യാദയ്ക്ക് കമ്പഷൻ നടക്കില്ല. ഇതാകുമ്പോൾ റിച്ച് മിക്സ്ചറാണ്, കുറേ എമൗണ്ട് ഓഫ് ഫ്യൂവൽ ഉണ്ട്, അതുകൊണ്ട് തന്നെ എയറും ഫ്യൂവലായിട്ട് കോണ്ടാക്ട് വരും, പെട്ടെന്ന് കത്തും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഐഡലിംഗ് ടൈമിൽ റിച്ച് മിക്സ്ചർ കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഈ പറഞ്ഞത്. പിന്നീട് നമ്മൾ ഐഡലിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി ഓടി തുടങ്ങുമ്പോൾ, അതായത് നമ്മൾ ത്രോട്ടിൽ അപ്ലൈ ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എക്സോസ്റ്റ് ഗ്യാസിൻ്റെ ഡൈല്യൂഷൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നമുക്ക് വീണ്ടും ലീൻ മിക്സ്ചർ പ്രൊവൈഡ് ചെയ്യാം. പക്ഷേ ഐഡലിംഗ് ടൈമിൽ നമ്മളെപ്പോഴും റിച്ച് മിക്സ്ചർ പ്രൊവൈഡ് ചെയ്യണം, കാരണം ഈ എക്സോസ്റ്റ് ഗ്യാസ് ഡൈല്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 18th ക്വസ്റ്റ്യൻ ആൻസർ, ഡ്യൂറിങ് ഐഡലിംഗ് ഓഫ് എ പെട്രോൾ എഞ്ചിൻ റിക്വയർസ് ഓപ്ഷൻ ഡി റിച്ച് മിക്സ്ചർ. അടുത്ത 19th ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ് ദ പാറ്റേൺ ഇസ് മെയ്ഡ് ഓഫ്. പാറ്റേൺ എന്ത് വെച്ചാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിങ്ങിലെ പാറ്റേൺ എന്ത് വെച്ചാണ് ഉണ്ടാക്കിയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ് നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ നോക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിങ്ങിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഡൈ ഉണ്ടാവും, ഒരു മെറ്റാലിക് ഡൈ. അപ്പോൾ ആ ഡൈ ഉണ്ടാക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, ഈ ഡൈയുടെ ഉള്ളിലോട്ട് നമ്മൾ വാക്സ് ഇഞ്ചെക്റ്റ് ചെയ്യും. തേർഡ് സ്റ്റെപ്പിൽ ഈ ഓരോ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയ വാക്സ് ഇഞ്ചെക്റ്റ് ചെയ്ത് ഉണ്ടാക്കിയ പാറ്റേൺ ഒന്നിച്ച് ഒരു വലിയൊരു പാറ്റേൺ ആക്കി എടുക്കും. ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ സെറാമിക് സ്ലറി കോട്ടിംഗ് ആണ്, അല്ലെങ്കിൽ സെറാമിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സെറാമിക് മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമ്മൾ ഈ വാക്സിൻ്റെ മുകളിൽ കോട്ടിംഗ് കൊടുക്കും. ഫിഫ്ത്ത് സ്റ്റെപ്പ് അതിനെ കൂൾ ചെയ്യും. പിന്നെ ഈ സ്ലറി കോട്ടിംഗ് നമ്മളിങ്ങനെ നമുക്ക് എന്തോരം തിക്നെസ്സിലാണ് ഈ സ്ലറി കോട്ടിംഗ് അല്ലെങ്കിൽ സെറാമിക് കോട്ടിംഗ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 2-3 പ്രാവശ്യം ഈ സ്ലറി കോട്ടിങ്ങും സ്റ്റെപ്പ് കൂളിങ്ങും, അതായത് ഫോർത്ത് സ്റ്റെപ്പും ഫിഫ്ത്ത് സ്റ്റെപ്പും വീണ്ടും വീണ്ടും ചിലപ്പോൾ ചെയ്യേണ്ടി വരും. നമുക്ക് എന്തോരം തിക്നെസ്സിൽ വേണമെന്നനുസരിച്ച് മാറിയിരിക്കും. ഇനി നമുക്ക് ആവശ്യമുള്ള തിക്നെസ്സിൽ സ്ലറി കോട്ടിംഗ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പാറ്റേണിനെ ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള വാക്സ് മെൽറ്റ് ചെയ്ത് പുറത്തേക്ക് പോകും. അങ്ങനെ വാക്സ് മെൽറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു സെറാമിക് കോട്ടിങ്ങിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പാറ്റേണിലോട്ട് വരും. എന്നിട്ട് ഈ പാറ്റേണിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ മോൾട്ടൺ മെറ്റൽ ഒഴിക്കും. മോൾട്ടൺ മെറ്റൽ ഒഴിച്ച് അതിനെ കൂൾ ചെയ്ത് കഴിയുമ്പോൾ അത് മോൾഡ് ഫോം ചെയ്യും. എന്നിട്ട് ഈ മോൾഡ് ഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ സ്ലറി കോട്ടിങ് അല്ലെങ്കിൽ സെറാമിക് കോട്ടിങ് നമ്മൾ പൊട്ടിച്ച് കളയാണ് ചെയ്യുന്നത്. അതാണ് 8th സ്റ്റെപ്പ്, ഷെൽ റിമൂവൽ. അത് കഴിഞ്ഞിട്ട് 9th സ്റ്റെപ്പിൽ നമ്മൾ നമുക്ക് വേണ്ട മോൾഡ് മാത്രം എടുത്ത് അതിൻ്റെ റൈസറിനെയും ഗേറ്റിനെയൊക്കെ കട്ട് ചെയ്ത് കളയാണ്. അതാണ് 9th സ്റ്റെപ്പ്, കട്ട് ഓഫ്. അതിനുശേഷം ലാസ്റ്റ് സ്റ്റെപ്പ് ഫിനിഷിങ്. ഫിനിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ഡയമെൻഷൻ ആക്യുറസിയും കറക്റ്റ് ഫിനിഷിങ്ങും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഗ്രൈൻഡിങ് അതേപോലത്തെയുള്ള ഹോണിങ് അല്ലെങ്കിൽ ബോറിങ് അതേപോലത്തെയുള്ള ഫിനിഷിംഗ് പ്രോസസ്സുകൾ ഉപയോഗിച്ച് നമ്മളതിനെ ഫിനിഷ് ചെയ്യാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻസ്പെക്ട് ചെയ്യാം കറക്റ്റായിട്ടുള്ള സാധനം അല്ലേ വന്നതെന്നുള്ളത്. ലാസ്റ്റ് സ്റ്റെപ്പ് 11th സ്റ്റെപ്പ് ഇൻസ്പെക്ഷൻ ചെയ്യുന്നു. അപ്പോൾ ഇതിലിപ്പോൾ നമുക്കറിയാം വാക്സ് ആണ്, അതായത് സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. വാക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ പാറ്റേൺ ഉണ്ടാക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിങ്ങിൽ. അപ്പോൾ അതുകൊണ്ട് 19th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ് ദ പാറ്റേൺ ഇസ് മെയ്ഡ് ഓഫ് വാക്സ്. ഓപ്ഷൻ എ
വാക്സ് ആണ് ആൻസർ. ഇനി 20th ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദി ഓർസാറ്റ് അപ്പാരറ്റസ് KOH സൊല്യൂഷൻ ഇസ് യൂസ് ടു അബ്സോർബ്. ഓർസാറ്റ് അപ്പാരറ്റസിൽ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ എന്ത് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതാണ് ഓർസാറ്റ് അപ്പാരറ്റസ്. ഓർസാറ്റ് അപ്പാരറ്റസ് ഉപയോഗിക്കുന്ന ഫ്ലൂ ഗ്യാസ് അനാലിസിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ഒരു എഞ്ചിനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എക്സോസ് ഗ്യാസ് അനലൈസ് ചെയ്ത് അതിലെന്തോരം എമൗണ്ട് ഓഫ് കമ്പോണൻസ്, ഓരോ എക്സോസ് ഗ്യാസിൽ പല കമ്പോണൻസും ഉണ്ടാവും. ഈ ഓരോ കമ്പോണൻറ്റും എന്തോരം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലൂ ഗ്യാസ് അനാലിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓർസാറ്റ് അപ്പാരറ്റസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഓർസാറ്റ് അപ്പാരറ്റസ് ഒരു ഫ്യൂസ് കാൽഷ്യം ക്ലോറൈഡ് വഴി ഫ്ലൂ ഗ്യാസിനെ പാസ് ചെയ്യും, അല്ലെങ്കിൽ എക്സോസ് ഗ്യാസിനെ പാസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് 3 ചേമ്പേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചേമ്പറിൽ KOHും, രണ്ടാമത്തെ ചേമ്പറിൽ ആൽക്കലൈൻ പൈറോഗാലിക് ആസിഡും, മൂന്നാമത്തെ ചേമ്പറിൽ അമോണിക്കൽ കുപ്രസ് ക്ലോറൈഡുമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ ഈ KOH അല്ലെങ്കിൽ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്തോരം എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് എക്സോസ് ഗ്യാസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ KOH ഉപയോഗിക്കുന്നത്. അപ്പോൾ KOHലോട്ട് ഫ്ലൂ ഗ്യാസ് അല്ലെങ്കിൽ എക്സോസ് ഗ്യാസിനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യും. അതേപോലെ തന്നെ ആൽക്കലൈൻ പൈറോഗാലിക് ആസിഡിലോട്ട് നമ്മൾ എക്സോസ് ഗ്യാസ് അല്ലെങ്കിൽ ഫ്ലൂ ഗ്യാസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഓക്സിജൻ അബ്സോർബ് ചെയ്യും. അപ്പോൾ ആ ഫ്ലൂ ഗ്യാസിൽ എന്തോരം ഓക്സിജൻ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ അമോണിക്കൽ കുപ്രസ് ക്ലോറൈഡിലോട്ട് നമ്മൾ ഫ്ലൂ ഗ്യാസ് അല്ലെങ്കിൽ എക്സോസ് ഗ്യാസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാർബൺ മോണോക്സൈഡ് അബ്സോർബ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഫ്ലൂ ഗ്യാസ് അല്ലെങ്കിൽ എക്സോസ് ഗ്യാസിൽ എന്തോരം കാർബൺ മോണോക്സൈഡ് ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഓർസാറ്റ് അപ്പാരറ്റസ് വെച്ച് ഫ്ലൂ ഗ്യാസ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ എന്തോ ഒരു ഫ്ലൂ ഗ്യാസ് അനലൈസ് ചെയ്ത് ആ ഫ്ലൂ ഗ്യാസിൽ എന്തോരം എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അല്ലെങ്കിൽ എന്തോരം എമൗണ്ട് ഓഫ് കാർബൺ മോണോക്സൈഡ് ഉണ്ട്, അല്ലെങ്കിൽ എന്തോരം എമൗണ്ട് ഓഫ് ഓക്സിജൻ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലായി KOH അല്ലെങ്കിൽ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യാൻ, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് ഓഫ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് എന്തിനാണ് ഉപയോഗിക്കണതെന്ന് ചോദിച്ച് എന്ത് അബ്സോർബ് ചെയ്യേണ്ടതാണ് ഉപയോഗിച്ചതെന്നാണ് 20th ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസായിട്ട് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള PSC ടെക്നിക്കൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്.